ഇനി അക്വേറിയമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇന്നല്ല, കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇപ്പോഴാണ് ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് സമയമൊക്കെ എടുത്ത് കുറച്ച് പണിയൊക്കെ ഉള്ള പണിയാണ്. അതുകൊണ്ട് ഞാനല്ല ഇത് ചെയ്യുന്നത്, ഞാനിവിടെ വീഡിയോ എടുത്തിരിക്കുവാണ്. ആദ്യം ഈ പമ്പൊക്കെ ഒന്ന് എടുത്തു മാറ്റാണ്. ഇത് UV ഫിൽറ്റർ പമ്പാണ്. അപ്പോൾ ഇതൊന്ന് എടുത്ത് മാറ്റി ഇതൊന്ന് കൊണ്ടുപോയി ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ അക്വേറിയത്തിലെ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ മീനുണ്ട്, ഇനി അതിനെയൊക്കെ ഒന്ന് എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. ആ ഒരു പണി ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അക്വേറിയത്തിലെ എല്ലാ വെള്ളമൊക്കെ മാറ്റി അതിലേക്ക് നമ്മുടെ ഈ ചെടികളില്ലേ അതൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിക്കൊന്ന് വെക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളമൊഴിക്കുന്ന സമയത്ത് നേരിട്ട് ഇതിലേക്ക് ഒഴിക്കാതെ ഒരു കുഞ്ഞു ഗ്ലാസ്സിലേട്ടാണ് ആദ്യം ഒഴിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വീഴുന്ന ആ പ്രഷർ കുറയുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ വെച്ച ചെടിയൊക്കെ ആ വെള്ളത്തിൻ്റെ ഒഴിക്കുന്ന പ്രഷർ കൊണ്ട് എല്ലാം ഇളകിപ്പോവും. പിന്നെ വെള്ളം നന്നായിട്ട് കലങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഇതുപോലെയാണ് ഒഴിക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീനുകൾ ഇടണേ. നമ്മൾ മുന്നേ പ്രസവിച്ച മീനുകൾ ഉണ്ടായിരുന്നില്ല, അത് കുറച്ച് വലുതായിട്ടുണ്ട്. അതിനെയും കൂടി ഇപ്രാവശ്യം നമ്മൾ ഈ അക്വേറിയത്തിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പുതിയ അതിഥികളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നത്. പമ്പൊക്കെ ക്ലീൻ ചെയ്താൽ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിനെ ഇതിലേക്ക് ഇടാം. അങ്ങനെ ഓരോന്നോരോന്നായി എല്ലാവരും ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമ്മുടെ ഇവിടെ തന്നെ പ്രസവിച്ച് വലുതായ ആ കുഞ്ഞുകുട്ടികളെയും കൂടി ഇതിലേക്ക് എടുത്തിടണം. ഈ കൂട്ടത്തിലുള്ള ഈ ചെറിയ ആൾക്കാരില്ലേ, ഇവരൊക്കെയാണ് ഇവിടെ തന്നെ വളർന്നു വന്ന ആൾക്കാർ. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം സൂപ്പറായില്ലേ. ഇനിയും ഉണ്ട് ആൾക്കാരിടാൻ. താഴെ നിൽക്കുന്നതാണെന്നില്ലേ കുറച്ച് ചെറുതുങ്ങൾ, അതിനൊക്കെ വളർന്നാൽ ഇതിലേക്കിടണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.